We shall now discuss about the different optical instruments. അതിലെ ഏറ്റവും മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ഈസ് ദ ഹ്യൂമൻ ഐ. അപ്പോൾ ഐൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ ഔട്ടർ കേർവ്ഡ് സർഫസ് ഓഫ് ദി ഐ ഈസ് ദ കോർണിയ. അപ്പോൾ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഈ ഐറിസിലുള്ള ഒരു ഓപ്പണിംഗ് വിച്ച് ഇസ് കോൾഡ് ദ പ്യൂപ്പിൾ. കോർണിയയിലൂടെ കടന്ന് ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ ഓപ്പണിംഗ് called the pupil and it falls on the lens. അപ്പോൾ ഇതാണ് the convex lens in the eye and this crystalline lens is having a focal length of about 2.5 centimeter. The lens is held in position by the ciliary muscles. ഇവിടെയുള്ള ciliary muscles ആണ് അതിനെ പൊസിഷനിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് സീലിയറി മസിൽസിൻ്റെ ആക്ഷൻ വഴി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കർവേച്ചർ പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ്, ദ കർവേച്ചർ ആൻഡ് ഓൾസോ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ ലെൻസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ദി ആക്ഷൻ ഓഫ് ദ സീലിയറി മസിൽസ്. ഇവിടെ ഈ രണ്ട് ഭാഗത്തും ദർ ആർ സീലിയറി മസിൽസ്. അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. അതിലും അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ ഐസ് വിൽ ഫീൽ സ്ട്രെയിൻ. അതായത് ഈ ലെൻസിന് ഇറ്റ് കനോട്ട് കേർവ് ഇനഫ് ടു ഫോക്കസ് ദി ഇമേജ് ഓൺ ദി റെറ്റിന. അപ്പോൾ ഈ ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് ഇതാണ് റെറ്റിന. റെറ്റിന ഈസ് ദ സ്ക്രീൻ ഓഫ് ദി സ്ക്രീൻ പ്രസൻറ്റ് ഇൻ ദ ഐ. ഈ റെറ്റിനയിൽ ദർ ആർ മില്യൺസ് ഓഫ് റോഡ്സ് ആൻഡ് കോൺസ്. റോഡ്സ് എന്ന് പറയുന്നത് ദേ ഹെൽപ്പ് ഇൻ വിഷൻ ഇൻ ഡിം ലൈറ്റ്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിനെയാണ് റോഡുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. കോൺസ് ഹെൽപ്പ് ഇൻ കളർ വിഷൻ, പല കളേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഈ റോഡ്സ് ആൻഡ് കോൺസ് will present in the retina. They will accept the light signals. എന്നിട്ട് ആ ലൈറ്റ് സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസായി കൺവേർട്ട് ചെയ്ത് ഓപ്റ്റിക്കൽ നെർവിലൂടെ ദി ഇൻഫോർമേഷൻ വിൽ ഗോ ടു ദ ബ്രെയിൻ ആൻഡ് ദി ബ്രെയിൻ വിൽ പ്രോസസ് ദ ഇൻഫോർമേഷൻ. അപ്പോഴാണ് നമുക്ക് ആ ഇമേജ് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൽ ഈ ഐ ലെൻസിന് സീലിയറി മസിൽസിൻ്റെ ആക്ഷൻ വഴിയാണ് അതിൻ്റെ കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ പ്രോപ്പർട്ടി ഓഫ് ദി ഐ, ദ എബിലിറ്റി ഓഫ് ദി ഐ ടു അഡ്ജസ്റ്റ് ദ കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ ലെൻസ് ബൈ ദി ആക്ഷൻ ഓഫ് സീലിയറി മസിൽസ്, ദാറ്റ് ഈസ് കോൾഡ് ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദി ഐ. പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദി ഐ to adjust the curvature and focal length of the eye lens by the action of the ciliary muscles. ഇനി നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ഡിസ്റ്റൻസ് ഫോർ വ്യൂയിങ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ് ഇൻ എ നോർമൽ ഹ്യൂമൻ ഐ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നിയർ പോയിൻറ്റ് ഓർ ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ഇനി ഈ 25 സെൻറ്റിമീറ്ററിലും അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ ലെൻസിന് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോർമൽ ഹ്യൂമൻ ഐൻ്റെ നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്റർ ആണ്. ഇനി ചെറിയ കുട്ടികൾക്ക് അത് വളരെ ക്ലോസ് ആയിരിക്കും. 7-8 സെൻറ്റിമീറ്ററേ ഉണ്ടാവുള്ളൂ 10 വയസ്സായ കുട്ടിക്ക്. ഏജ് കൂടുന്നതിനനുസരിച്ച് ആ നിയർ പോയിൻ്റ് കൂടിക്കൂടി വരുന്നു. 60 വയസ്സുള്ള ആൾക്ക് ആ നിയർ പോയിൻ്റ് എക്സീഡ് ചെയ്ത് 200 സെൻറ്റിമീറ്റർ 2 മീറ്റർ വരെ അത് ദൂരേക്ക് പോവാം. അപ്പോൾ ഒരു വയസ്സായ ഒരാൾ പേപ്പർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോൾ വളരെ ദൂരെ വെച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ ഓഫ് ദി ഐ ഈസ് കോൾഡ് പ്രസ്ബയോപ്പിയ. അതായത് ഈ നിയർ പോയിൻ്റ് ഈസ് ബിക്കമിങ് ഫാർ അവേ വിത്ത് ഏജ്. ദ നിയർ പോയിൻ്റ് ഇൻക്രീസസ് വിത്ത് ഏജ്. കാരണം എന്തുകൊണ്ടാണ്? ദ സീലിയറി മസിൽസ് ലൂസ് ദെയർ ഇഫക്റ്റീവ്നെസ്. അതുപോലെ ലെൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കുറയുന്നു. അപ്പോൾ ദ നിയർ പോയിൻ്റ് ഇൻക്രീസസ് വിത്ത് ഏജ് ബിക്കോസ് ഓഫ് ദ ഡിക്രീസിങ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദി സീലിയറി മസിൽ ആൻഡ് ഓൾസോ വിത്ത് ദ ലോസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി ലെൻസ്. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഓഫ് ദി ഐ ഈസ് കോൾഡ് പ്രസ്ബയോപ്പിയ ആൻഡ് ഇറ്റ് ഈസ് കറക്റ്റഡ് യൂസിങ് എ കോൺവെക്സ് ലെൻസ്. ഒരു കൺവേർജിങ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. ഇനി ഐയിൽ ഉണ്ടാകുന്ന മറ്റ് ഡിഫക്റ്റുകൾ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്, മയോപ്പിയ ഓർ നിയർ സൈറ്റഡ്നെസ്. അപ്പോൾ
ഈ ഡിഫക്റ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ആക്ച്വലി ഇറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ദി റെറ്റിന. അതിനു പകരം ദ ലൈറ്റ് റേസ് ആർ ഗെറ്റിംഗ് ഫോക്കസ്ഡ് അറ്റ് എ പോയിൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. റെറ്റിനയിൽ വന്ന് വീഴുന്നതിന് വരെ ഇവിടെ ഇൻ ഫ്രണ്ട് പി എന്നുള്ള ഇമേജ് ഗെറ്റ്സ് ഫോക്കസ്ഡ് അറ്റ് എ പോയിൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന. അപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് എ കോൺകേവ് ലെൻസ്, മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ ദൂരെയുള്ള ഒബ്ജക്ട്സ് കാണാൻ സാധിക്കില്ല ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക്. ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോൺകേവ് ലെൻസ് ഓർ ഡൈവേർജിങ് ലെൻസ്, കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റേസിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യും. കോൺകേവ് ലെൻസ് വയ്ക്കുമ്പോൾ ഇത് വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ടാണ് കണ്ണുകളിലേക്ക് എത്തുന്നത്. ദെൻ ഇറ്റ് ഗെറ്റ്സ് ഫോക്കസ്ഡ് ഓൺ ദി റെറ്റിന. P is the image. അതേസമയം the next, so the myopia is corrected using concave lens. ഇനി നെക്സ്റ്റ് ഡിഫക്റ്റ് ഈസ് ഹൈപ്പർമെട്രോപ്പിയ ഓർ ലോങ് സൈറ്റ്. ഹൈപ്പർമെട്രോപ്പിയ ഓർ ലോങ് സൈറ്റ്, ഫാർ സൈറ്റഡ്നെസ്. അപ്പോൾ ഇതിൽ അടുത്തുള്ള ഇത് കാണാൻ ബുദ്ധിമുട്ടാണ്. ഈ ഹൈപ്പർമെട്രോപ്പിയ ലോങ് സൈറ്റ് ഉള്ള ആൾക്കാർക്ക് ദൂരെയുള്ളത് വ്യക്തമായി കാണാം, അടുത്തുള്ള ഒബ്ജക്ട്സ് കാണാൻ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൽ നിന്നുള്ള റേസ് ദേ ആർ ഫോക്കസ്ഡ് ബിഹൈൻഡ് ദ റെറ്റിന. റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ദേ ആർ ഫോക്കസ്ഡ് ബിഹൈൻഡ് ദ റെറ്റിന. അപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വാട്ട് വി ഡു ഈസ് വി ആർ പ്ലേസിങ് എ കോൺവെക്സ് ലെൻസ് ടു കൺവേർജ് ദ റേസ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന റേസ് ഒന്ന് ഇവിടെ കൺവേർജ്ഡ് ആവുന്നു, എന്നിട്ടാണ് അത് ഐ ലെൻസിൽ വന്ന് വീഴുന്നത്. അപ്പോൾ ദ ആക്ച്വൽ ഇമേജ് വിൽ ബി ഫോംഡ് ഓൺ ദ റെറ്റിന ഇറ്റ് സെൽഫ്. സോ hypermetropia or long sight is corrected using convex lens. Then another defect of the eyes is astigmatism. Astigmatism എന്ന് പറയുന്നത് it occurs when the cornea is not spherical in shape. കോർണിയ സ്ഫെറിക്കൽ ഷേപ്പിൽ അല്ലാതിരിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സിലിണ്ട്രിക്കൽ ലെൻസാണ്. അപ്പോൾ ഇതിലെ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വയർ, ഈ ആസ്റ്റിഗ്മാറ്റിസം ഉള്ള ആൾ ഒരു വയർ ഗ്രിഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐദർ വെർട്ടിക്കൽ ലൈൻസ് ഫോക്കസ്ഡ് ആവും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ്, മറ്റേത് ബ്ലേഡായിട്ട്. ഇപ്പോൾ ഇതിൽ ദ വെർട്ടിക്കൽ ലൈൻസ് ആർ നോട്ട് ഫോക്കസ്ഡ്, ഹൊറിസോണ്ടൽ ഫോക്കസ്ഡ് ആവും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലാണ് ഫോക്കസിങ് ക്ലിയർ ആവുന്നുള്ളൂ. So the defect of the eye called astigmatism is corrected using a cylindrical lens, and it occurs because the cornea is not spherical in shape.